പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അനേകർക്ക് ആശ്വാസമായി പകരാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഈശോയുടെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ കൃപയൊഴുകട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ, ദൈവത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ. ഈ സമയം ഭാരപ്പെടുന്ന അനേകർ ഈ വീഡിയോ കേൾക്കുമ്പോൾ, കാണുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് ഒഴുകട്ടെ. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന, ഇവിടെ പറയപ്പെടുന്ന വചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ഭവനമില്ലാത്ത ഓരോ മക്കൾക്കും കർത്താവ് ഭവനത്തെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. അവരുടെ തടസ്സങ്ങൾ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഈ സമയം ഇവിടെ പറയുന്ന ഓരോ വചനത്തിൻ്റെ ശക്തി ഭവനമില്ലാത്ത ഓരോ മക്കൾക്കും ആശ്വാസവും വിടുതലും കൃപയുമായി മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മഹത്വം കർത്താവേ സകലിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവേ, ഒന്നുമില്ലായ്മയിൽ ഒരു ദാരിദ്ര്യത്തിൽ പിറന്നുകൊണ്ട് ഞങ്ങളെ സമ്പന്നനാക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് കൃപ വർഷിച്ച ദൈവമേ, നിന്റെ സമൃദ്ധി കർത്താവേ അനേകായിരങ്ങളിലേക്ക് ഈ വചനം കേൾക്കുമ്പോൾ കൃപയായി അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ലോർഡ്. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഭവനമില്ലാത്തവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വചനഭാഗം 5 വചനമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. അതിലൊന്നാമത്തെ വചനമാണ് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഈസഹാക്ക്, യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടുള്ള നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടവും ഒലിവുമരവും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ രണ്ടാമത് ഏറ്റുപറയുന്ന വചനം സങ്കീർത്തനം 127 1-ാം വാക്യമാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ഹല്ലേലൂയ. 5-ാമത് നമ്മൾ ഏറ്റുപറയുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വീഡിയോ കാണുന്നവരെയും ഇത് കേൾക്കുന്നവരെയും ഈ വചനം ഏറ്റുപറയുന്നവരെയും കർത്താവേ, നിന്റെ കൃപ അവരിലേക്ക് അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ കർത്താവേ, അങ്ങയുടെ വാഗ്ദാനത്തിൻ്റെ ശക്തിയാൽ കർത്താവേ, അങ്ങ് കുരിശിൽ വീണ്ടെടുത്ത കർത്താവേ ആ യോഗ്യതയാൽ കർത്താവേ, ഈ ഓരോ മേഖലകളിലും ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേകർക്ക് ഈ വചനം ആശ്വാസമായി കൃപയായി മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ
മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുരികേപ്തളാവുന്നു, അങ്ങയുടെ ദത്തം പരമായ ഈശോ അനുരികേപ്തനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമേതം തമ്പുരാന്റെ അപേക്ഷയോളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് നമ്മൾ ഭവനത്തിന് വേണ്ടി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വചനം മാർക്കോസ് 11:24. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമത് നമ്മൾ ഏറ്റുപറയേണ്ട വചനം സങ്കീർത്തനം 57:2. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ.